എല്ലാവർക്കും സിദ്ധവൈദ്യം ചെയ്യണ്ടെന്ന് പറയും. ആയുർവേദത്തിൽ പറയാറുണ്ട്, അക്രിയായാം ധ്രുവോ മൃത്യു ക്രിയായാം സംശയോ ഭവേത്. ഇതിലിഗോ, വെൺപാട്, വെള്ളക്കുട്ടം, ശ്വേതകുഷ്ഠം. അപ്പോൾ ഈ പേരുകളിൽ അറിയപ്പെടുന്ന രോഗം ആയുർവേദ ദിശയിൽ ഇത് ട്രഡീഷണലി വരുന്നതല്ല. അച്ഛനുള്ളെന്നോ അച്ഛനോ അമ്മയുടെയും ദേഹത്ത് ഫുള്ളുണ്ടെങ്കിലോ അതൊരിക്കലും ഉണ്ടാകുന്ന 10 മക്കളിൽ ഒരാൾക്ക് പോലും അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ പകരത്തില്ല. അങ്ങനെ ഉണ്ടാകുന്നതല്ല ഈ രോഗം. പിന്നെ പലപ്പോഴും അച്ഛനോ അമ്മയോ വെക്കുന്ന ആഹാരമായിരിക്കും, അല്ലെ അമ്മ വയ്ക്കുന്ന ആഹാരമായിരിക്കും കുട്ടികളെല്ലാവരും കഴിക്കുക. അപ്പോൾ ആ ഫുഡ് പാറ്റേൺ ഉള്ള കഴിക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരു എന്താ പറയുക, ദേഹത്തൊരു ഇമ്മ്യൂണിറ്റിയുടെ കുറവുണ്ടെങ്കിൽ ആ ആൾക്ക് ചിലപ്പോൾ വരാം. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ആക്ച്വലി ചെറിയൊരു കാരണം വരുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പൊള്ളുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മുറിയുക. സാറിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? സംസ്കൃതത്തിലൊരു 2 PG എടുത്തിട്ടുണ്ട്. MSc മർമ്മ എന്ന വിഷയത്തിലൊന്നും എടുത്തിട്ടുണ്ട്. BAMS പാസ്സായിട്ടുണ്ട്. പിന്നെ കളരി മർമ്മ ചികിത്സ അത് പഠിച്ചിട്ടുണ്ട്, വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് അഭ്യസനം ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചകർമ്മം മെയിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അച്ഛനിൽ നിന്നും അതുപോലെ പരമ്പരയായിട്ടും വിഷവൈദ്യവും അതുപോലെ മർമ്മവൈദ്യവും ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പോൾ മെയിനായി ചെയ്തു വരുന്നത് വിറ്റിലിഗോ അഥവാ വെൺപാട് എന്ന രോഗമാണ്. അതാണ് ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി ചെയ്തു വരുന്നത്.